ജൂണിയല്ലേ സ്റ്റാർട്ടായി പറയട്ടോ. ഹായ്, ഞങ്ങൾ എല്ലാവരും കൂടി ഒരു ട്രിപ്പ് പോവാണ്. ധനുഷ്കോടിക്കാണ് പോകുന്നത് കേട്ടോ. ഇപ്പോൾ സമയം 5 മണി. ഞങ്ങൾ തൃശ്ശൂരിൽ നിന്ന് യാത്ര സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓൺ ദ വേയിൽ കാണാം. ഓക്കെ. ഹായ്, ഇപ്പോൾ ഞങ്ങൾ മൂന്നാർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ കാലത്ത് 5 മണിക്കാണ് തൃശ്ശൂരിൽ നിന്ന് പുറപ്പെട്ടത്. ഒരു 11 മണിയായപ്പോൾ ഞങ്ങൾ ഇവിടെ മൂന്നാർ എത്തി. ഞങ്ങൾ പതുക്കെ നിർത്തിയാണ് പോകുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഇവിടെ ശരവണ ഭവൻ എന്നാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. അത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ ഞങ്ങളുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മധുരയാണ്. മധുരയ്ക്ക് ഇവിടുന്ന് ഒരു 160 കിലോമീറ്ററാണ് പറയണത്. മാപ്പിൽ ഞങ്ങൾ നോക്കി. അപ്പോൾ ഒരു 6-6.5 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ മധുര എത്തും. മധുര ഞങ്ങൾ ഇന്ന് ഹോൾട്ട് ചെയ്തിട്ട് പിറ്റേ ദിവസം കാലത്ത് ഞങ്ങൾ ധനുഷ്കോടി പോകാനുള്ള പ്ലാനാണ്. സോ അവിടെ വെച്ച് കാണാം. ബൈ. ഇതാണ് മധുരയ്ക്ക് മൂന്നാറിൽ നിന്ന് പോകുന്ന റോഡ്. മധുരയ്ക്ക് 160 കിലോമീറ്റർ ആണുള്ളത്. അപ്പോൾ ഞാൻ ആദ്യമായിട്ടാണ് ഈ റോഡ് പോകുന്നത്. അപ്പോൾ നമുക്കറിയില്ല. നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു 6-6.5 മണിക്കൂർ കൊണ്ട് മധുര എത്തുന്നതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. റോഡ് കുഴപ്പമില്ലെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. നമ്മൾ കമ്പം തേനി വഴിയൊക്കെ പോയിട്ടുണ്ട്. ഈ റോഡ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ഈ റോഡ് ഇപ്പോൾ ഞങ്ങൾ കുറച്ച് ദൂരം കൂടി വന്നു. നല്ല അടിപൊളി റോഡാണ് കേട്ടോ. ഇപ്പോൾ അവിടെ തേയിലത്തോട്ടങ്ങളൊന്നും കാണുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ തേയിലത്തോട്ടങ്ങളും ഇതെല്ലാം നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. നല്ല തണുപ്പുണ്ട്. ഞങ്ങളിപ്പോൾ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഒരു 1:15 ആയിട്ടുണ്ട് ഇപ്പോൾ സമയം. പക്ഷേ നമുക്ക് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള വെയിലൊന്നുമില്ല. നല്ല കൂളായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ് നിൽക്കുന്നത്. ഭയങ്കര തണുപ്പുണ്ട് ഇപ്പോൾ ഇവിടെ. ഈ നട്ടുച്ച നേരത്തും നല്ല തണുപ്പാണ്. നമ്മൾ കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. 160 കിലോമീറ്ററാണ് മധുരയ്ക്കുള്ളത്. റോഡ് ഒരു രക്ഷയില്ല കേട്ടോ. നല്ല അടിപൊളി റോഡാണ്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധനുഷ്കോടിയാണ്. കുറേ നാളായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലമാണ് പോകാൻ വേണ്ടിയിട്ട്. ഇപ്പോഴാണ് അത് സാധിച്ചത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഇന്നലെ ശരിക്കും ഉറങ്ങിയിട്ടൊന്നുമില്ല. പുലർച്ചെ ഒരു 3 മണിയൊക്കെ ആവുന്ന നേരത്താണ് ഞങ്ങൾ എല്ലാം റെഡിയാക്കി സെറ്റ് ചെയ്ത് ഒരു 4:45 കൂടിയിട്ട് ഞങ്ങൾ അവിടുന്ന് ഇറങ്ങി. അപ്പോൾ മൂന്നാർ വരെ, പെരുമ്പാവൂർ വരെ വളരെ എളുപ്പമായിരുന്നു. കാരണം ട്രാഫിക്കോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ മൂന്നാറിലേക്ക് ഉള്ളത് കുറച്ചൊരു ഹൈ റേഞ്ച് ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. മൂന്നാർ എത്തിയപ്പോൾ ഞങ്ങൾക്ക് വളരെ റിലാക്സ്ഡായി. ഞങ്ങൾ ആ ഓടിച്ച ക്ഷീണവും കാര്യങ്ങളെല്ലാം മാറി. ഞങ്ങൾ നിയർലി ഒരു 1 അവറിൻ്റെ അടുത്ത് ആ ശരവണ ഭവൻ്റെ പുറത്ത് തന്നെ ഇരുന്ന് വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങൾ. നല്ലൊരു രസമായിരുന്നു അവിടെ. ഹായ്, ഞങ്ങളൊരു നല്ല പോയിന്റ് കണ്ടപ്പോൾ കുറച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി നിർത്തിയേക്കാണ്. കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ ഞങ്ങൾ എടുത്തു. അവർ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. 2 ബൈക്കിലായിട്ടാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. 4 പേരുണ്ട്. ഞങ്ങൾ 4 പേരും തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു നൈസ് സ്പോട്ട് കണ്ടപ്പോൾ ഇവരെല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടി കുറേ പോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്, അപ്പോൾ ഒരാളുടെ കഴിയുമ്പോൾ അടുത്ത ആൾ കഴിയുമ്പോൾ അടുത്ത ആൾ, അങ്ങനെ മാറി ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്. മധുരയ്ക്ക് ഇനി 118 കിലോമീറ്ററാണ് ഉള്ളത്. നമ്മളിപ്പോൾ ബോധിമേട് എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടെ ഇപ്പോൾ നല്ല തണുപ്പും നല്ല കോട ഇറങ്ങിയിട്ടുണ്ട്. സമയം ഒരു 3:15 ആയിട്ടുള്ളൂ. പക്ഷെ നല്ല കോടയുണ്ട്. രാമേശ്വരത്തേക്ക് 289 കിലോമീറ്ററാണ് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെയാണെങ്കിൽ നമ്മൾ ഇന്ന് ഇവിടെ സ്റ്റേ ചെയ്യണു. മധുരയിൽ സ്റ്റേ ചെയ്യണു. അത് കഴിഞ്ഞ് മധുരയിൽ നിന്ന് നിയർലി ഒരു 200 കിലോമീറ്ററാണ് രാമേശ്വരത്തേക്കുള്ളത്. ദെൻ നമ്മൾ നാളെ മോർണിംഗിൽ രാമേശ്വരത്തേക്ക് പോയി ഒരു ഉച്ചയാകുമ്പോഴേക്കും രാമേശ്വരം എത്തുന്നു. രാമേശ്വരം പ്ലസ് നേരെ ധനുഷ്കോടിക്ക് പോകുന്നു. അങ്ങനെ നമ്മളൊരു
വൈകുന്നേരം ഈവനിങ് ഒരു 5-5:30 വരെ അവിടെ സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ തിരിച്ചു വരാം എന്നുള്ള ഒരു പ്ലാനിലാണ് ഇപ്പോൾ ഇരിക്കുന്നത്. പക്ഷെ നല്ല കോടയൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലൈമറ്റ് എന്താ പറയുക, ഭയങ്കര ഇരുട്ടിലേക്കും. കുറച്ചും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ അറിയില്ല റോഡൊക്കെ കാണാൻ പറ്റുമെന്നുള്ളത്. ഇനി ഒരു 118 കിലോമീറ്ററാണ് നേരത്തെ കാണിച്ചത്. ഞങ്ങളിപ്പോൾ ലേറ്റായിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അതുകൊണ്ട് ലഞ്ചിൻ്റെ ടൈം ഞങ്ങൾ 2:30 ആകുമ്പോൾ കഴിക്കാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ആ സമയത്ത് നമുക്ക് നല്ല ഹോട്ടൽസൊന്നും കണ്ടില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ 3:30 ആവാറായി. ഏതെങ്കിലും നല്ല ഹോട്ടൽസൊക്കെ കണ്ടാൽ ഞങ്ങൾ അവിടെ ലഞ്ച് കഴിക്കാമെന്ന് വിചാരിക്കുന്നു. ഇതുവരെ നല്ല റോഡായിരുന്നു, പക്ഷെ ഇപ്പോൾ കുറച്ച് വർക്കുകളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. കുറച്ച് മോശമായിട്ടുണ്ടായിരുന്നു റോഡ്. ബാക്കി വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നല്ല ഈസി റോഡാണ്. നല്ല സ്മൂത്തായിട്ട് നമുക്ക് പോവാം. ഹലോ ഫ്രണ്ട്സ്, ഇപ്പം ഞങ്ങൾ ബോധിനായക്കന്നൂർ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് എത്തിയിരിക്കുന്നത്. ഇവിടുന്ന് ഒരു 85-90 കിലോമീറ്റേഴ്സ് ഉണ്ടെന്നാണ് പറയണത് മധുരയിലേക്ക്. അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചു കഴിഞ്ഞിട്ട് ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് വീണ്ടും ഇവിടേക്ക് പോകാമെന്നൊക്കെ. ഞങ്ങൾ ലേറ്റായി ഫുഡ് കഴിക്കാനായിട്ട്. അപ്പോൾ നല്ല ഹെയർ പിന്നൊക്കെ ഉള്ള വഴിയായിരുന്നു അത് ഇവിടം വരെയുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴാണ് ഒരു 4:30ക്കാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചത്. ഇനിയിപ്പോൾ ഞങ്ങൾ നേരെ മധുരയ്ക്ക് പോവാണ്. താങ്ക് യു.